ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജ്യത്തെ അഭിസംബോധന ചെയ്തയുടൻ ഒരു ഗീതമുയർന്നു. ദൂരദർശൻ അന്നത് തത്സമയം സംപ്രേഷണം ചെയ്തപ്പോൾ ദശലക്ഷക്കണക്കിനാളുകൾ അതാദ്യമായി കേട്ടു. ആവേശമുണർത്തുന്ന ചടുല താളമോ മുദ്രാവാക്യ സമാനമായ വരികളോ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ദേശഭക്തി ഗാനമൊന്നുമായിരുന്നില്ല അത്. പതിഞ്ഞ താളത്തിൽ മനോഹരമായി ആലപിക്കപ്പെട്ട ഗാനം. അതുപക്ഷേ പതിയെ പതിയെ കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ പതിച്ചു. അടർത്തി മാറ്റാൻ കഴിയാത്ത വിധത്തിൽ പതിയെ അതിലെ വരികൾ കോടിക്കണക്കിന് മനുഷ്യർ ഏറ്റുപാടി, അർത്ഥമറിഞ്ഞും അർത്ഥമറിയാതെയും. മിലേ സുർ മേരാ തുമ്ഹാരാ തോ സുർ ബനെ ഹമാരാ സുർ കി നദിയാ ഹർ ദിശാ സേ ബഹകേ സാഗർ മേ മിലേ ബാദലോं का रूप लेकर बरसे हल्के. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതജ്ഞൻ പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയിൽ തുടങ്ങി ബാലമുരളി കൃഷ്ണയും ലതാ മങ്കേഷ്കറും സുചിത്ര, കവിതാ കൃഷ്ണമൂർത്തിയും പാടി. അമിതാഭ് ബച്ചനും കമൽഹാസനും മിഥുൻ ചക്രവർത്തിയും ജിതേന്ദ്രയും വഹീദ റഹ്മാനും ഹേമമാലിനിയും തനുജയും ശർമിള ടാഗോറും ഷബാന ആസ്മിയും മല്ലിക സാരാഭായും അടക്കം നിരവധി പേർ രംഗത്തു പ്രത്യക്ഷപ്പെടുന്ന ഗാന ചിത്രീകരണം രാജ്യത്തിന്റെ ബഹുസ്വരതയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതായിരുന്നു. ನನ್ನದನಿಗೆ ನಿನ್ನದನಿಯ ಸೇರಿದಂತೆ ನಮ್ಮದನಿಯ ನಾ ಸ್ವರಮು ನೀ ಸ್ವರಮು ಸಂಗಮಮೈ ಮನಸ್ವರಂಗ ಅವತరించి. 6 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനം ആസമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കശ്മീരി, മലയാളം, മറാത്തി, ഒഡിയ, പഞ്ചാബി, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു എന്നീ ഭാഷകളിലാണ് പാടിയിട്ടുള്ളത്. ഒരേ വരികൾ, വിവിധ ഭാഷകൾ. നമ്മുടെ രാജ്യത്തിന്റെ കൃത്യം പകർപ്പ്. ഒരു രാജ്യം, വിവിധ ഭാഷകൾ. ഒരു രാജ്യം, വിവിധ മതക്കാർ. ഒരു രാജ്യം, വിവിധ സംസ്കാരങ്ങൾ. അതാണ് ആ ഗീതം. മിലേ സുർ മേരാ തുമാര. എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമാകുന്നു. എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി. ഇനി ഈ വരികൾ നോക്കൂ. നാനാത്വം, വിവിധത്വം, അതാണ് ജീവിതത്തിന്റെ പ്രഥമ തത്വം എന്നോർമ്മിച്ചുകൊണ്ട് വേണം ഈ വരികൾ ശ്രദ്ധിക്കാൻ. എല്ലാ മുഖങ്ങളും ഒരേ വിധം ഇരിക്കുക സാധ്യമല്ല. അങ്ങനെ ഒരു കാലം ഒരിക്കലും ഉണ്ടാകുകയുമില്ല. അതുപോലെ സകല മനുഷ്യർക്കും സ്വീകാര്യമായ ഒരേ ഒരു വിശ്വാസമോ മതമോ ദൈവമോ ഉണ്ടാകുകയോ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നാം എല്ലാ പേരും ഒരേപോലെ ഒരേ വിധം വിചാരിക്കണം എന്നാഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിചാരിക്കാൻ പോലും വേറൊന്നും ഉണ്ടാകില്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു നില വന്നാൽ നമ്മൾ ഈജിപ്തിലെ സുരക്ഷിത ശവങ്ങളെപ്പോലെ നിശ്ചിന്തന്മാരായി അന്യോന്യം നോക്കിയിരിക്കുന്നത് പോലെയാകും. ഇങ്ങനെയുള്ള വ്യത്യാസം, ഈ ഭിന്നിപ്പ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചിന്തകളുടെയും പുരോഗമനത്തിന്റെയും ജീവനായിരിക്കുന്നത്. ഒരു അരുവിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുവാൻ നാം എല്ലാവരും ഓരോ പാത്രം കയ്യിൽ വെച്ചുകൊണ്ട് പോകുന്നു. ഒരാളുടെ കയ്യിൽ ഒരു കോപ്പ, ഒരാളുടെ കയ്യിൽ ഒരു ഭരണി, വേറൊരാളുടെ കയ്യിൽ മറ്റൊരാകൃതിയിലുള്ള പാത്രം. ഓരോരുത്തരുടെയും കയ്യിലുള്ള ജലവും അവരവരുടെ പാത്രത്തിന് അനുസരിച്ച രൂപത്തിലായിരിക്കും. എന്നാൽ എല്ലാറ്റിലുമുള്ളത് ഒരേ ജലം. ഇരുവരും സുരമും നമതാകും ദിശை വേറാനാലും ആഴിസേർ ആറുകൾ മുകിലായി മഴയായി പൊഴിവത് പോൽ ഇസை നം ഇസை. അതുകൊണ്ട് ഒന്നിനെയും നശിപ്പിക്കാതെ, ഒരു വിശ്വാസത്തെയും ഹനിക്കാതെ, വലിച്ചിട്ട് താഴ്ത്താതെ ഇന്ത്യ എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഒന്നായി മുന്നേറാം. We, the people of India, have solemnly resolved to constitute India into a sovereign democratic republic and to secure to all its citizens justice,
social, economic, political, and equality of status and opportunity. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൌരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവരുടെ എല്ലാ പേരുടെയും ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും സുനിശ്ചിതമാക്കിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും അധിനിയമം ചെയ്യുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖം. 1948 ഫെബ്രുവരിയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26 അതാണ് ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. മൌലിക അവകാശങ്ങൾ, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തുടങ്ങിയവ വിഭാവനം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പാടുകയല്ലേ? എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി